എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രീൻമയുടെ കാര്യമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഗ്രീൻമയും അമ്മയും അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പല വഴിക്ക് ഇങ്ങനെയായിട്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഈ ഗ്രീൻമയുടെ ഇത് പെൺകുട്ടി 30 വയസ്സേ ഉള്ളായിരുന്നു. സൈനൈഡ് കഴിച്ചാണ് ആത്മഹത്യ ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ്, പുറത്തുനിന്ന് ആരും കൊണ്ട് കൊടുത്തതൊന്നുമല്ല. പല കാര്യങ്ങൾ ഈ ചെറുക്കൻ്റെ വീട്ടുകാരോടൊന്നും പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇവർ രണ്ടു കൂട്ടരും പറഞ്ഞതിൽ ഒരുപാട് സംശയങ്ങളുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ പെൺകൊച്ചിനെ കെട്ടിച്ചത് 200 പവൻ കൊടുത്താണ് കെട്ടിച്ചത്. ഇന്നത്തെ കാലത്ത് 200 പവൻ കൊടുത്താൽ ഒരു 2 കോടി രൂപയെങ്കിലും നമുക്ക് അതിൽ കിട്ടും. അതുപോലെ നമുക്കിപ്പം ഭയങ്കര വിലയാണ് ഇപ്പോൾ സ്വർണ്ണത്തിന് പറയുന്നത്. അത് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഗോൾഡ് മൊത്തം ഇവരുടെ തന്നെയാണ് ഇരുന്നത്, ഈ ചെറുക്കൻ്റെ കയ്യിലല്ല ഇരുന്നത്. ഈ ചെറുക്കൻ ഇനി സ്ത്രീധനം മോഹിച്ച് കെട്ടിയതാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഗോൾഡ് മൊത്തം ഇവരുടെ കയ്യിലായിരുന്നു ഇരുന്നത്. കുറച്ച് ദിവസത്തെ ദാമ്പത്യ ജീവിതമേ ഇവർക്കുണ്ടായിട്ടുള്ളൂ. അധികം ദിവസം ഉണ്ട്. ഇവർ കൂടുതൽ ഇവർ അമ്മ എടുത്താണ്. ഈ പുള്ളിക്കാരൻ അയർലൻഡിൽ പഠിക്കാൻ പോയെന്ന് പറയുന്നു, അവിടെ ജോലിയാന്ന് പറയുന്നത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അയാളുടെ മുഖത്ത് നമ്മൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരു ഇതുമില്ല, ഒരു ധൈര്യമാണ്. ഭയങ്കര ഒരു പാവമാണെന്നും എനിക്ക് തോന്നുന്നില്ല മുഖം കണ്ടിട്ട്. ഇനി അറിയത്തില്ല, ഒരാളുടെ ഉള്ളിലെ പോലെ ആയിരിക്കണമെന്നില്ല മുഖത്തെ ഭാവം എന്ന് പറയുന്നത്. ഒത്തിരി പേര് നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതുപോലുള്ള കുരങ്ങിന് ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു സൗന്ദര്യത്തിലല്ല നമ്മൾ മനുഷ്യനെ അളക്കുന്നത്, മനസ്സിലാണ് അളക്കുന്നത്. എത്ര സൗന്ദര്യമുള്ളവരും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ കാണാൻ മോശമായിട്ടാണോ? അവരൊക്കെ കാണാൻ നല്ലവരായിട്ടാണ്. പക്ഷേ ഈ മുഖത്തെ ഒന്നുമല്ല, ഉള്ളിലെ സൗന്ദര്യമാണ് നമ്മൾ നോക്കേണ്ടത്, മനസ്സിലെ സൗന്ദര്യം. ഒരു കൂലിപ്പണിക്കാരനാണേലും അവൻ്റെ ഉള്ളിൽ നല്ലതാണെങ്കിലുണ്ടല്ലോ, നല്ലതായിരിക്കും അവരുടെ ജീവിതം. അല്ലാതെ പണം മോഹിച്ചു പോയി, സൗന്ദര്യം മോഹിച്ചു പോയി, അതൊക്കെ നോക്കി പോകുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ അനിയൻ ഒരു കാര്യം പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇയാളെ അറസ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോസ് ഒന്ന് കാണാവേ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇയാളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളി മുങ്ങേണ്ട കാര്യമില്ല. പക്ഷേ ഇയാളുടെ അനിയൻ പറയുന്ന ന്യായീകരണം അവിടെ എന്തോ എന്തൊക്കെ റെൻറ്റിനാണ് എടുത്തിരുന്നത്, അതൊക്കെ ഇതാക്കാൻ വേണ്ടി പോയി എന്നൊക്കെയാണ്. പക്ഷേ എന്നാണേലും അദ്ദേഹത്തിൻ്റെ വൈഫാണ് മരണപ്പെട്ടിരിക്കുന്നത്. നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോഴും അവർ. ആ ഒരു സമയത്ത് ഇയാൾ ഇവിടുന്ന് പെട്ടെന്ന് മുങ്ങുക എന്ന് പറയുന്നത് അത് അതിനേക്കാൾ വലിയൊരു ദുരൂഹതയുള്ള കാര്യമാണ്. ഇയാൾ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പെങ്കൊച്ചിനെ ഒത്തിരി പീഡിപ്പിച്ചിരുന്നു, സൗന്ദര്യമില്ലാന്നും ഇതിനേക്കാൾ നല്ല. പക്ഷേ അതിനെ കാണാൻ നല്ലൊരു കൊച്ചാണ് കേട്ടോ. ഭാഗ്യമില്ലാത്തവളാണെന്നും ഈ പെണ്ണ് വന്നതുകൊണ്ടാണ് 6 വർഷം കൊണ്ട് ഇയാൾ എക്സാം പാസ്സാകാത്തതെന്നും. ഒരു മനുഷ്യൻ എക്സാം പാസ്സാകാത്തത് 6 വർഷം കൊണ്ട് പാസ്സാകാത്തത് അവന് ബുദ്ധിയും ബോധം ഇല്ലെന്നിട്ടെന്നല്ലേ ചിന്തിക്കണേ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കൊണ്ടില്ലെന്നല്ല. ഒരു പെങ്കൊച്ച് വന്ന് കയറുമ്പം അതിൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണ്. ആ വീട്ടിലൊരു പൂച്ചയ്ക്ക് ഒരു തുമ്മൽ വന്നാലും പറയും, അയ്യോ വന്നതിൻ്റെ കുഴപ്പമാണ്, പൂച്ച തുമ്മിയെന്ന് പറയും. അങ്ങനെ പറയുന്നവർ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. നമ്മുടെ കാലം എത്ര പുരോഗമിച്ചാലും അങ്ങനെയും കുറേ മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇതിനൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണെ കിട്ടുമായിരുന്നു, ജോലിയുള്ള പെണ്ണ്. ഇത്രയും സ്ത്രീധനം കൊടുത്ത് സ്ഥലം, കാര്യം ഒറ്റ മോളാണ് അവർക്ക്. അതിലും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതും പറയാവേ. ഇപ്പം നമുക്ക് ആദ്യം ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാളുടെ ഒന്നും ഇയാൾക്ക് പറയാനില്ല. വലിയ ആരോപണങ്ങളാണല്ലോ പറയുന്നത്. സ്ത്രീധനം വാങ്ങി ഗുരുതര ആരോപണങ്ങൾ പറയുന്നുണ്ട്. എന്നേലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും പുള്ളിക്കൊന്നും പറയാനില്ല. പുള്ളി ഒന്നും പറയുന്നില്ല, മൗനമാണ് ഇതാക്കിയേക്കുന്നത്. അതൊക്കെ ചിലപ്പം അവരുടെ വക്കീലൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടായിരിക്കും ഒന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്, ഇവർ സ്ത്രീധനം മോഹിച്ചാണ് ഈ കൊച്ചിനെ ഇവർ ആലോചിച്ചിരുന്നെങ്കിൽ ഇവർക്ക് അങ്ങനെ കെട്ടിച്ച് കൊടുക്കാതിരിക്കായിരുന്നു. കാര്യം ഇവർക്ക് ഇഷ്ടം പോലെ പൈസ ഉള്ളവരാണ്. ഒരാൾ പൈസ മോഹിച്ച്, കാര്യം ഈ പറയത്തക്കതായ വലിയ ഇതുണ്ടെന്ന് എനിക്ക്, ഇനി ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസം നോക്കിയായിരിക്കും അവർ കെട്ടിച്ചത്. പിന്നെ ഒന്നാം വെച്ചാൽ ഹിന്ദുക്കളുടെ ഇടയിൽ നാളെ ചേരുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കലൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നോക്കിയായിരിക്കും ചിലപ്പോൾ ഈ കൊച്ചിൻ്റെ ഇപ്പോഴത്തെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇതെനിക്കൊന്നൊരു 23, 22, 24 വയസ്സ് ആ ഒരു പ്രായത്തിലായിരിക്കും ഇതിൻ്റെ കല്യാണം നടന്നിട്ടുള്ളത്. ആ ഏതെങ്കിലും ഒരു ഏജിലായിരിക്കും ഇതിൻ്റെ കല്യാണം നടന്നിട്ടുള്ളത്. അത്രയും ചെറു പ്രായമാണ്. ആ സമയത്തൊക്കെ സത്യം പറഞ്ഞ പിള്ളേർ പഠിക്കേണ്ട പ്രായമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഏറ്റവും എല്ലാ കാരണവന്മാരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, 18 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കോ കൊച്ചിനെ പിടിച്ച് കെട്ടിക്കണം ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും ഞാൻ പറയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം അവരുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. ഒരു ജോലിയാണ് അവർക്ക് അത്യാവശ്യം. ആ ജോലി കിട്ടിയതിന് ശേഷമാണ് അവർക്ക് അവരുടെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കേണ്ടത്. എന്നും പറഞ്ഞ് 40ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഒരു ജോലി അവർക്ക് സ്വന്തമായിട്ടൊരു 10-26 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു പക്വതയാകും, ജീവിതത്തെപ്പറ്റി ഒരു ഐഡിയ ആകും.
അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാൻ അവർക്ക് തന്നെ പറ്റും. ഈ പണ്ടൊക്കെ ആയിരുന്നു കാരണവന്മാർ തിരഞ്ഞെടുത്ത് പിള്ളേർക്ക് ആലോചിച്ച് ഇത് മതി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേർച്ചയില്ലാതെ ജീവിക്കുന്ന പലരും ഉണ്ട്. പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരും ഉണ്ട്, പ്രശ്നങ്ങളായിട്ട് ജീവിക്കുന്നു, എല്ലാത്തിലും ഉണ്ട്. പക്ഷേ അതൊരു പക്വതയില്ലാത്ത സമയത്ത് എടുത്തുചാട്ടത്തിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ വീട്ടുകാർ അതുപോലെ പിള്ളേരെ പറഞ്ഞു കൊടുക്കാൻ മനസ്സ് ആക്കി കൊടുക്കാനുള്ളവരായിരിക്കണം. പലയിടത്തും കണ്ടിട്ടുണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അമ്മമാരായിരിക്കും അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മിക്കയിടത്തും കണ്ടിട്ടുണ്ട് അമ്മമാരായിരിക്കും. കാര്യം ചിലയിടത്തെന്ന് പറയുമ്പം ഈ ചെറുക്കന്മാരങ്ങ് അഡിക്റ്റായി പോകും. ഇവർക്ക് അഡിക്റ്റായി പോയിച്ച് ഈ ചെറുക്കന്മാർ സ്വന്തം അമ്മയും കളഞ്ഞ് വീട്ടുകാരെയും കളഞ്ഞ് ഈ പെണ്ണിൻ്റെ കൂടെ പോയി പെണ്ണിൻ്റെ നാട്ടിൽ പോയി താമസിച്ച് അവർ അടിമയെ പോലെ അവിടെ കിടക്കും. പക്ഷെ അത് പണ്ടുള്ളവർ പറയും ഭാര്യ വെട്ടി 10 നാൾ സുഖം 10 നാൾ കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്നൊരു അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. ആദ്യം കുറേ ദിവസങ്ങളിൽ നമ്മുടെ വീട് ഒരു ചെറ്റപ്പെരയാണെങ്കിലും അതിനകത്ത് കിടക്കുന്നതായിരിക്കും ഏറ്റവും അന്തസ്സ്. എത്ര മാളിയെ കിടന്നാലും നമ്മളവിടെ ചെന്ന് 10 ദിവസമൊക്കെ നമ്മൾ സ്നേഹത്തിലേക്ക്, അത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ അവരോട് തള്ളിക്കളയത്തേ ഉള്ളൂ. അങ്ങനെയുണ്ട് ചില അമ്മമാർ. ഈ ഒറ്റ പെങ്കൊച്ചാണ്. ആ പെങ്കൊച്ചിനെ വിട്ട് അവർക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരിക്കാം. അവരുടെ കൂടെ പുന്നാരിച്ച് സ്നേഹിച്ച് ഇപ്പോഴും ഉണ്ട്. അമ്മയുടെ അപ്പൻ്റെ കൂടെ മാത്രം കിടന്നുറക്കുന്ന മക്കളുണ്ട്, അതുപോലെ പുന്നാരിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഒരു പ്രായമായി കഴിയുമ്പം അവരുടേതായ കാര്യങ്ങളിലേക്ക് അവരെ നമ്മൾ പതിയെ മാറ്റിക്കൊണ്ടിരിക്കണം. ചിലരുണ്ട് ഇപ്പോഴും പറയും എൻ്റെ മോൾ എൻ്റെ കൂടെ കിടക്കുന്നത്, അല്ലെ എൻ്റെ മോൻ എൻ്റെ കൂടെ കിടക്കുന്നത്, അയ്യോ അവൻ എന്നെ തന്നെ കിടക്കാൻ പേടി, അല്ലെ മൂക്ക് തന്നെ കിടക്കാൻ പേടി. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നാളെ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ കുഞ്ഞുങ്ങൾ ഒരുമാതിരി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയമാർ നിൽക്കത്തേ ഉള്ളൂ. കാര്യം ഇവർക്കൊന്നും അറിയത്തില്ല. ഇവർ ഈ ഒരു അണ്ടറിൽ മാത്രം നിന്ന് ജീവിച്ചവരാണ്. അതേസമയം അവരെ കുറച്ചൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി അവരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ മറ്റൊരു വീട്ടിൽ ചെന്നാൽ അവർക്ക് ജീവിതത്തിലോട്ട് പോകത്തുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ പുന്നാരിച്ച് കൊണ്ട് നടക്കുന്നിടത്ത് ചെല്ലുന്ന വീട്ടിൽ ഒരു ചെറിയ വഴക്ക് പറയുമ്പോഴേ ഇവർക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നും. എന്നെ അങ്ങ് പറഞ്ഞ് അതുടനെ ഓടിച്ചെന്ന് അമ്മമാരോട് പറയും. അമ്മമാർ അതുടനെ വലിയതായിട്ട് പെരുപ്പിച്ച് മോളെടുത്ത് പിന്നെ ഇത് പറഞ്ഞ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ. ഇതിപ്പോൾ ഇവർ ഈ ചെറുക്കൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞ അങ്ങനെ അനിയൻ പറയുന്നുണ്ട്, ചന്തുവോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്. അനിയൻ ചന്തു പറയുന്നുണ്ട് ഇവരെ തമ്മിൽ ഒന്നിച്ച് ഇവർ ഹണിമൂണിന് പോയപ്പം പോലും ഇവരുടെ അമ്മ ഭയങ്കര വിഷയങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർ രണ്ടു കൂട്ടരും മറ്റവർ ഈ ലോകത്തില്ല. അവർ പറയാനുള്ളത് മൊത്തം അവരെഴുതി വെച്ചിട്ടാണ് അവർ പോയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു ഇവരെന്നാലും ഇവരുടെ ഭാഗം ന്യായീകരിച്ച് ഇവരെപ്പോഴും പറയുള്ളൂ. പക്ഷേ ഒരു പരിധിവരെ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കാര്യം ഇവരുടെ സ്വർണ്ണമോ കാര്യങ്ങളോ ഒന്നും ഇവരുടെ കസ്റ്റഡിയിലല്ലായിരുന്നു, അവരുടെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. ആ പെൺകുട്ടി മരണത്തിനെ പറ്റി പറഞ്ഞേക്കുന്ന അവർ ഈയിടയ്ക്ക് ഉണ്ണിയുടെ എന്തോ ബന്ധു വീട്ടിൽ വെച്ച് മരണം നടന്നപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് അവിടെ വെച്ച് വീണ്ടും വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. ബന്ധം ഒഴിയുന്നതിനെ പറ്റി ഇവർ ഉണ്ണി പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ പറയുന്നത് പരസ്പരം ചേർന്ന് പോകാൻ പറ്റത്തില്ലെങ്കിൽ പിരിയുക, അതേ ഉള്ളൂ മാർഗം. ഇവരൊരു ആത്മഹത്യക്ക് ഇത് മാത്രമാണോ കാരണമെന്നുള്ളത് ശരിക്കും സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ പെൺകുട്ടി ആ ഭർത്തൃ വീട്ടിൽ കിടന്ന് അനുഭവിക്കുവാണെങ്കിൽ ശരിയാണ്, അത് അവിടെ കിടന്ന് അനുഭവിക്കുന്നു, അതുകൊണ്ടാണ് അത് ആത്മഹത്യ ചെയ്ത് എന്ന് പറയാം. ഇതിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു, ഇതിൻ്റെ അമ്മയുടെ കൂടെയാണ്, അതിൻ്റെ അമ്മയുണ്ട് കൂടെ. അപ്പോൾ അവർക്കൊരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു ആത്മഹത്യയെ പറ്റി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ വിടാൻ ഈ അമ്മയ്ക്ക് തയ്യാറില്ല. അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, നീ അയാൾ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു നീ കൊണ്ടുപോകണ്ട, നീ വേറെ പെണ്ണിനെ കെട്ടി അതിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞൊരു അമ്മയാണെങ്കിൽ ഈ മോളെ കൂടെ നിർത്താനേ നോക്കത്തുള്ളൂ. കാര്യം ഇവരുടെ കയ്യിൽ സാമ്പത്തികമുണ്ട്, ഇവർക്ക് വീടുമുണ്ട്, എല്ലാം ഉണ്ട്, ഇവരുടെ കൂടെ തന്നെ നിർത്താനേ നോക്കത്തുള്ളൂ. ഇവരുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ കൃഷി വകുപ്പിലെങ്ങാണ്ടായിരുന്നു ജോലി നടന്നത്. അവിടുന്ന് കൊണ്ടുവച്ചൊരു സൈനൈഡിൻ്റെ ഇതാണെന്നാണ് പറയുന്നത് ഇവരും എടുത്ത് ഉപയോഗിച്ചത്. കാര്യം ഇവർ ഗ്ലൗസൊക്കെ ഇട്ടാണ് ഇത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് ഇവർക്ക് അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് എടുക്കേണ്ടതെന്നൊക്കെ ഇവർക്ക് നല്ലപോലെ അറിയാം. ഗ്രീമ അവർ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു ലെറ്റർ എഴുതി വെച്ചേക്കുന്നത്, ഇതിനകത്ത് ശരിക്കും ഉണ്ണിയുടെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയാണ് കാരണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ലെറ്ററിൻ്റെ ഒരു കുറച്ച് ഭാഗം എന്ന് പറഞ്ഞതാണ്, ഞാൻ ഈ അയച്ച ലെറ്റർ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ പിന്നെ 1-2 വേണ്ടപ്പെട്ടവർക്കും അയക്കുന്നുണ്ട്. ആരും ഓടിപ്പിടിച്ച് വരണ്ട. സൈനൈഡാണ് കഴിക്കുന്നതെന്ന് അവർ പ്രത്യേക കാര്യം. സൈനൈഡ് കഴിച്ച് നമുക്കറിയാൻ ഓരോരുത്തർ പെട്ടെന്ന് തന്നെ ദമ്പതിച്ച് ചെന്നിട്ടും കാര്യമില്ല, നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല അവരെ. ഇത് ഒരിതാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ സാധനം എൻ്റെ അച്ഛനുള്ളപ്പോഴേ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് ഉണ്ണി നേരിട്ടുണ്ട് കേട്ടോ. കെഞ്ചിക്കൊണ്ട് ഒരു കച്ചി തുരുമ്പെങ്കിലും പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് അയാളുടെ കാല് പിടിച്ച് കരഞ്ഞു നടന്നത്. എനിക്കൊന്നേ ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ഇത് ഒന്ന് സോൾവായി പോകും എന്നോർത്തായിരിക്കും. പക്ഷേ ഇവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു, അവരുടെ ഈ ഉണ്ണിയുടെ എന്തോ ബന്ധു
മരിച്ചപ്പോഴത്തേക്ക് അവിടെ ഉണ്ണി വന്നിട്ട് അവർ കുറേ നാളുകൾക്ക് ശേഷം തമ്മിൽ കാണുമായിരുന്നു. ആ സമയത്ത് അവിടെ വെച്ച് ഒരുപാട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് പിന്നെയും ഉണ്ട് ഈ സ്വത്തും കാര്യങ്ങളുമൊക്കെ. ഈ 200 പവൻ അവരുടെ ലോക്കറിലാണ് ഇരിക്കുന്നതെന്നും അതും പിന്നെ അവരുടെ വസ്തുവും കാര്യങ്ങളൊക്കെ അവരുടെ അമ്മാവന്മാരുടെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ്, ഉണ്ണിക്ക് ഒന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദമായിട്ടാണ് നിർത്തുന്നത്. ഇതിൽ മനസ്സിലാകാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാര്യം ഈ പെണ്ണിൻ്റെ വീട്ടിലാണുള്ളത്, പെണ്ണിൻ്റെ അമ്മയുണ്ട് കൂടെ. പിന്നെ ഇവർ പറയുന്നു ഈ പെങ്കൊച്ചിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സ്ത്രീധനമൊക്കെ കൂടുതൽ കൊടുത്ത് കെട്ടിച്ചത് എന്നിങ്ങനെ പലതും പറഞ്ഞു. ഒന്നാമെന്ന് വെച്ചാൽ ഈ വീട്ടുകാർ തന്നെയാണ്, പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെയാണ് ഈ സ്ത്രീധനം ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ഒരു കല്യാണം വരുമ്പോഴത്തേക്ക് എത്രമാത്രം കൊടുക്കാവോ, കടവും വരുത്തി വെക്കാൻ പറ്റുമോ അത്രയും ചെയ്താണ് ഓരോരുത്തർ കല്യാണം കഴിപ്പിച്ച് പെൺപിള്ളേരെ വിടുന്നത്. മേടിക്കാൻ തന്നെ മാക്സിമം കടവും കൂടെ മേടിക്കും. എന്നിട്ട് ആ കടം വീടാൻ വേണ്ടി പിന്നീട് ഈ തന്തയും തള്ളയും കിടന്ന് പെടാപ്പാട് വിടുവാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കടം മേടിച്ച് വില മേടിച്ച് കെട്ടിച്ചു വിടുകയല്ല ചെയ്യേണ്ടത്. അവർക്കൊരു ജോലി മേടിച്ച് കൊടുത്തതിന് ശേഷം അവരെ കെട്ടിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്. അവർക്കൊരു ജോലിയാണ് വേണ്ടത്. ആ ജോലിയിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. എല്ലാ പേരൻസും അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവർക്ക് സ്ത്രീധനം കുറേ വാരിക്കോരി കൊടുത്ത് മാളോറിന് മുന്നിൽ കുറേ പൊങ്ങച്ചം കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു ദിവസത്തേക്കേ ഉള്ളൂ ആ ഒരു കാര്യമെന്ന് പറയുന്നത്. ആ ഒരു കല്യാണ ദിവസം വാരിക്കോരി ഇടുന്നത് നാട്ടുകാർ മൊത്തം ഒന്ന് കാണും. കുറേ പേര് പറയും ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പണക്കാരാണ് കൊച്ചിന് അത്ര കൊടുത്ത് എന്നൊരൊറ്റ ദിവസത്തെ സംസാരമേ ഉള്ളത്. പക്ഷേങ്കിൽ പിന്നെ ലൈഫ് ലോങ് ഇവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഇവർക്ക് ഈ സ്വർണ്ണം ഉപയോഗപ്പെടുന്നില്ല. ഒന്നെങ്കിൽ ഈ ചെല്ലുന്ന വീട്ടുകാർ ഇത് മൊത്തം എടുത്ത് അവരുടെ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഇവരുടെ കൈ വെച്ചാൽ തന്നെ ഇവർക്കൊരു ജോലിയില്ല. എന്നും ആ വീട്ടിൽ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലെ. എല്ലാ വീട്ടിലെയും കാര്യമല്ല ഞാൻ പറയുന്നത്, അപൂർവങ്ങളിലുള്ള വീടുകളുടെ കാര്യം തന്നെയാണ്. എത്രയാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു ജോലികളാണ് ഏറ്റവും നല്ലത്. ആ ഒരു ജോലി മേടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ പേരൻസും നോക്കേണ്ടത്. അല്ലാതെ 100 പവനും 200 പവനും വാരിക്കൊരിയിട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഈ 200 പവനൊക്കെ കൊടുത്ത് കെട്ടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലൊരു പെങ്കൊച്ചിൻ്റെ കല്യാണം കൂടെ ആ കൂടെ നടത്ത്, പുണ്യം കിട്ടും. ഇതിൽ ഉണ്ണികൃഷ്ണൻ്റെ അനിയൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അനിയൻ പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. ഈ ചേട്ടത്തിയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ചേച്ചി ഒരു ഒറ്റ കുട്ടിയായിരുന്നു അവർക്ക്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ അച്ഛനമ്മയ്ക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടായിരിക്കുമല്ലോ, അങ്ങനത്തെ അതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ അത് മനസ്സിലായി ഇത് ഭയങ്കര ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുക്കാനായിട്ടുള്ള കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ വാസ്തവം. ഇപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി ചിലപ്പം ആൻറ്റി ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ആൻറ്റി ആയിരിക്കും അത് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ചന്തു പറയുന്ന വെച്ച് നോക്കുമ്പം ഈ അമ്മയ്ക്ക് മകളോട് അമിതമായ സ്നേഹമായിരുന്നു ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമിതമായിട്ടുള്ള അത് ഈ ഒറ്റ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വളരുന്നിടത്ത് മിക്കയിടത്തും നടക്കുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്ത് ഈ അമ്മമാർക്ക് ഒരു അമിതമായിട്ടൊരു സ്നേഹമായിരിക്കും. അവരെങ്ങോട്ട് തിരിയണം, അവരുടെ കാര്യം കൂടുതലും പറഞ്ഞ് തീരുമാനിക്കുന്നത് ഈ അമ്മമാരായിരിക്കും. ആ പിള്ളേർ ഒരുമാതിരി പൊട്ടുപോലായിരിക്കും വളർത്തിയിരിക്കുന്നത്. അവരായിരിക്കും തീരുമാനിക്കുന്നത് അത് വേണം, ഇത് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞൊരു വര സതി നിർത്തിയായിരിക്കും വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ മകള് ഒന്നെങ്കിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നതായിരിക്കാം കാര്യം, അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേരൊക്കെ ഒരു കാര്യം ഇങ്ങനെ ഇത്രയും അഡിക്റ്റായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാനൊക്കെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള കഴിവുള്ള പെൺകുട്ടികളുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് മുന്നോട്ട് ജീവിതത്തെ പറ്റി എന്നാന്നറിയാൻ മേലാതെ അവർ ഇങ്ങനെയുള്ള വഴി തേടുന്നത്. പക്ഷെങ്കിൽ ഇത് ഇവർ പറയുന്നതിനപ്പുറമില്ല, ഇവരുടെ അമ്മ പറയുന്നതിനപ്പുറമില്ല ഒരു കാര്യങ്ങളും. ഇവർ 25 ദിവസം എന്ന് പറഞ്ഞാൽ 25 ദിവസം താമസം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ ലീവിന് വരുമ്പോഴത്തേക്ക് ഈ ചേട്ടത്തി വരുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചേട്ടത്തി വന്നാലും കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരുമൊക്കെ ആയിട്ട് സഹകരിച്ച് പോകും. ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവരുടെ വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യും, ഇവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ഇതാന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇത് മൊത്തം കൂടിക്കൊഴിഞ്ഞൊരു കേസായിട്ട് കിടക്കുന്നതാണ്. ഇതിപ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായം നമുക്കറിയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇതിൽ ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാടുണ്ട്. ഈ അമ്മമാരുടെ സംരക്ഷണത്തിന് വളരുന്ന പെൺമക്കൾ ചെന്ന് കയറുന്ന വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മിക്കയിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എന്ന് വെച്ചാൽ ചിലരൊക്കെ ഇത് മിണ്ടുകയില്ല, ചിലരത് ബന്ധം ഒഴിഞ്ഞ് അത് ഇതായിട്ടങ്ങ് മാറും. മിക്കയിടത്തും വരുന്ന ഈ പെൺമക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ ചെന്ന് കയറാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. കാര്യം ഒരു പെണ്ണിനെ കെട്ടിച്ചു വിട്ട് ഇച്ചിരി സ്ത്രീധനം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കണം അവർ മൊത്തം എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെ കാണിക്കുന്നവരും ഉണ്ട്.
അതാണോ ഇവിടെ സംഭവിച്ചേക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. എങ്ങനെയാണേലും ഉണ്ണിയുടെ ആ ഒരു മൗനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ഇതായിട്ട് പിന്നെ അതിലൊരു കാര്യത്തിന് ആ ഒരു വിഷയം, പിന്നെ രണ്ടാമത് പുള്ളി അവിടുന്ന് മുങ്ങാൻ നോക്കിയ കാര്യം, ഈ രണ്ട് കാര്യങ്ങളാണ് പുള്ളി നമുക്ക് ഡൗട്ട് അടിക്കുന്ന ഒരു കാര്യം. പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് നമുക്കൊരു തോന്നൽ വരുന്നത്. ഈ പുള്ളിയുടെ അനിയൻ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് അവരുടെ അമ്മയുടെ ഭാഗത്തും കുറേയൊക്കെ കാര്യങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു അമ്മയും മോളും കൂടാണ് ചെയ്തത്. അവർ അമ്മയും മോളും കൂടെ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ അവർക്ക് ബന്ധം ഒഴിയാനുള്ള കാര്യങ്ങളെപ്പറ്റി ചെയ്യായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇഷ്ടംപോലെ സ്ത്രീകൾക്കാണ് ഒരു അനുകൂല്യമായിട്ടാണോ ഇഷ്ടംപോലെ നിയമങ്ങൾ വന്നേക്കുന്നത്. അങ്ങനെ ഇനി ഒഴിയാൻ തയ്യാറല്ലേ പോലും ഇവർ നിയമപരമായിട്ട് പോയിരുന്നെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇവർക്ക് അങ്ങനെ നിന്ന് മോചനം കിട്ടുമായിരുന്നു. കാര്യം ഇവർ ഒരുപാട് കൗൺസിലിംഗ് നടത്തി, എന്നിട്ടും ഇവരൊന്നിച്ച് പോകുകയല്ല, പിരിയുന്നതാണ് നല്ലതെന്നാണ് അവരും പറയുന്നത്. കാര്യം അതുപോലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇവർക്കിടയിൽ. എല്ലാം ഒരു മൂന്നാമതൊരാളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൺട്രോളിലല്ലാതെ നമ്മുടെ ലൈഫ് പോകുന്നത്. എപ്പോഴും ഒരു കല്യാണം കഴിച്ചൊരു മക്കളെ വിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമില്ലാതെ ആരും അവർ ശ്രദ്ധിക്കേണ്ടെന്നല്ല, ശ്രദ്ധിക്കണം, പക്ഷെ ആവശ്യമില്ലാതെ അവരുടെ ലൈഫിലേക്ക് കയറി കിടന്ന് അവരൊരുപാട് നിയന്ത്രിക്കാതിരിക്കുക. അതൊക്കെയാണ് ഇതിൽ സംഭവിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങേരുടെ കയ്യിലും പ്രശ്നങ്ങൾ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ ഒരു പരിധി വരെ അവർക്ക് അമ്മയ്ക്കും മോക്കും ഇങ്ങനൊരു തീരുമാനം എടുക്കാതെ അവർക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. എന്നാലും അവർ ജീവിക്കാൻ വിടുന്നില്ല മകളെ അങ്ങേരുടെ കൂടെ. പിന്നെ ഇവർക്ക് എന്നാണ് പ്രശ്നം? ഇത് സ്വത്തൊക്കെ അമ്മമാർക്ക് കൊടുക്കാൻ പറഞ്ഞേക്കുന്നു. ഓരോന്നും ആ ഒരു ലെറ്ററിലുള്ള ഓരോ കാര്യങ്ങൾ എല്ലാം കൂടെ ഒക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. സത്യങ്ങൾ എന്തായാലും തെളിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.